സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രം ഇന്ന് തുറക്കും. ഉപാധികളോടെ തുറന്നു പ്രവർത്തിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. 20 ടൺ അറവു മാലിന്യം സംസ്കരിക്കാൻ അനുമതിയുള്ളൂ. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ അമ്പലമുക്കിൽ പന്തൽ കെട്ടി സമരം ആരംഭിക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. പ്രദേശത്ത് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന ഫ്രഷ് കട്ട് ഇന്ന് തുറക്കും. ഫ്രഷായിട്ട് സമരവും ഇന്ന് തുറക്കൂ. ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. സമരപരമ്പരകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സമരസമിതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ അടുത്ത ഒരാഴ്ചക്കാലത്തേക്ക് ഫ്രഷ് കട്ടിന്റെ പരിസരത്തൊക്കെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്രഷ് കട്ടിന്റെ 300 മീറ്റർ ചുറ്റളവ്, ഒപ്പം അമ്പലക്കടവിൽ നിന്ന് ഈ ഫ്രഷ് കട്ടിലേക്കുള്ള വഴിയുടെ 50 മീറ്റർ പരിധി, ഒപ്പം അമ്പായത്തോട് ജംഗ്ഷന്റെ 100 മീറ്റർ ചുറ്റളവ്, ഇവിടങ്ങളിലൊക്കെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ നിരോധനാജ്ഞ ലംഘിക്കുകയാണ് എങ്കിൽ, മറ്റ് പൊതുപരിപാടികൾ, പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ് എങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കൂടുതൽ പരിശോധന ഈ പ്ലാന്റിൽ നടത്തുമെന്ന് കമ്പനി ഉടമകൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഈ കാര്യക്ഷമത, യന്ത്രഭാഗങ്ങളുടെയൊക്കെ കാര്യക്ഷമത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൂടാതെ പോലീസിന്റെ സുരക്ഷ അതും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനുശേഷമാണ് ഈ ഫ്രഷ് കട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. കർശനമായ ഉപാധികൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അരുൺകുമാർ. അതായത് ഈ മാലിന്യത്തിന്റെ അളവ് 25 ടണ്ണിൽ നിന്ന് 20 ടണ്ണാക്കി കുറക്കുന്നു. ഒപ്പം തന്നെ സമയപരിധിയുണ്ട്. വൈകിട്ട് 6 മുതൽ രാത്രി 12 മണി വരെ ഈ ഫ്രഷ് കട്ട് തുറക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ പഴകിയ മാലിന്യങ്ങൾ ഈ ഫ്രഷ് കട്ടിലേക്ക് കൊണ്ടുവരരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ പ്ലാന്റ് തുറക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. അതൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഫ്രഷ് കട്ട് ഉടമകൾ ഏതായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. സമരപരമ്പര നിലവിൽ അമ്പലമുക്ക് കേന്ദ്രീകരിച്ചാണ് ഈ സമരസമിതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുന്ന ദിവസം അതുമുതൽ ഈ പ്ലാന്റ് പൂട്ടുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനം തുറക്കും. ഇനി അറിയേണ്ടത് ഫ്രഷ് കട്ടിനെതിരെയുള്ള പ്രതിരോധവും സമരങ്ങളും അത് ഫ്രഷായിട്ട് വീണ്ടും തുടങ്ങുമോ എന്നുള്ളതാണ്.